എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നാളെ മാർച്ച് 31-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഷവ്വാൽ മാസപ്പിറ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ നാളെ ചെറിയ പെരുന്നാളായിരിക്കുമെന്ന് വിവിധ കാസിമാർ അറിയിച്ചിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. സാമ്പത്തിക വർഷാവസാന ദിവസമായതിനാൽ ചില സ്ഥാപനങ്ങൾ തുറന്ന് പ്രവർത്തിക്കും, എങ്കിലും ഇടപാടുകൾ നടക്കില്ല. ബാങ്കുകളുടെ കാര്യം അങ്ങനെയായിരിക്കും. അതേസമയം റേഷൻ കടകൾ, മറ്റു പൊതു സ്ഥാപനങ്ങളെല്ലാം അവധിയായിരിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനിൽ 300, 200, 500 കുറവുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്ക് ബാക്കി ലഭിക്കാനുള്ള തുക എത്തിത്തുടങ്ങി. ഇന്നലെ പല ആളുകൾക്കും 300, 200 അക്കൗണ്ടുകളിലേക്ക് എത്തി എന്നുള്ള അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതൊന്ന് താഴെ കമന്റായി അറിയിക്കാൻ മറക്കരുത്. കയ്യിൽ പെൻഷൻ വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചയായിട്ടും പല ആളുകൾക്കും കയ്യിൽ പെൻഷൻ എത്തി. ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ എത്തിച്ചേരുന്നതാണ്. ജനന സർട്ടിഫിക്കറ്റുകളിലെ പെരുമാറ്റത്തിനുള്ള നിബന്ധനകളിൽ സമൂലമായ ഇളവുകൾ നൽകാൻ സർക്കാർ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യമന്ത്രി MP രാജേഷ് അറിയിച്ചു. കേരളത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യുന്ന ആർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി മാറ്റം വരുത്തിയ പേര് ഇനി ജനന രജിസ്ട്രേഷനിലും ഒറ്റത്തവണ മാറ്റം വരുത്താനാകും. വർഷങ്ങളായി നിലനിൽക്കുന്ന സങ്കീർണതകൾക്കാണ് സർക്കാർ ഇപ്പോൾ പരിഹാരം കണ്ടിരിക്കുന്നത്. നിലവിൽ കേരളത്തിലെ പൊതുമേഖലയിൽ വിദ്യാഭ്യാസം ലഭിച്ച കുട്ടികൾക്ക് ഗസറ്റ് വിജ്ഞാപനത്തിന്റെ അടിസ്ഥാനത്തിൽ SSLC സർട്ടിഫിക്കറ്റിലും സ്കൂൾ രേഖകളിലും പേര് മാറ്റം വരുത്താനാകും. തുടർന്ന് ഈ സ്കൂൾ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ജനന സർട്ടിഫിക്കറ്റ് തിരുത്താനുമാണ് അവസരം ഉണ്ടായിരുന്നത്. ഇത് പല സങ്കീർണതകൾക്കും വഴിവെച്ചിരുന്നു. CBSE, ICSE സ്കൂളുകളിൽ പഠിച്ചവർക്കും ഇന്ത്യക്ക് പുറത്ത് പഠനം നടത്തിയവർക്കും ഗസറ്റ് വിജ്ഞാപനം വഴി പേര് തിരുത്തലിനും അതുവഴി സ്കൂൾ രേഖകളിൽ തിരുത്തൽ വരുത്താൻ തിരുത്തിയ ജനന സർട്ടിഫിക്കറ്റും ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്തൽ നടത്തിയ സ്കൂൾ സർട്ടിഫിക്കറ്റ് വേണം എന്നതായിരുന്നു സ്ഥിതി. പൊതുവിദ്യാലയങ്ങളിൽ പഠിച്ചവർക്കും കാലതാമസത്തിന് ഈ വ്യവസ്ഥകൾ കാരണമായിരുന്നു. ഈ വ്യവസ്ഥയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇപ്പോൾ ലഘൂകരിച്ചത്. കാലോചിതമായി ചട്ടങ്ങളിലും നിയമങ്ങളിലും പരിഷ്കരിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങളിൽ ഒന്നാണ് ഈ തീരുമാനം എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രി MP രാജേഷ് പറഞ്ഞു. നിരവധി അപേക്ഷകളാണ് ഈ ആവശ്യത്തിനായി വിവിധ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ ഉള്ളത്. ഇവർക്കെല്ലാം ആശ്വാസമാകുന്ന തീരുമാനമാണ് സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനത്തിന് അനുമതിയായാൽ മാറ്റം ഉടൻ K-സ്മാർട്ടിൽ വരുത്തും. ജനന, മരണ, വിവാഹ രജിസ്ട്രേഷനുകളിൽ വിപ്ലവകരമായ പരിഷ്കരണങ്ങളാണ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോ KYC ഉപയോഗിച്ച് ലോകത്തെവിടെ നിന്നും മിനിറ്റുകൾ കൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ഇന്ന് മലയാളികൾക്ക് കഴിയുന്നത് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. കൂടുതൽ പരിഷ്കരണങ്ങൾ സിവിൽ രജിസ്ട്രേഷനുകളിൽ നടപ്പിൽ വരുത്തുമെന്നും മന്ത്രി പറഞ്ഞു. കൊല്ലം ഇളമ്പുള്ളൂർ ഗ്രാമപഞ്ചായത്തിലെ വഞ്ചിമുക്ക് ലക്ഷ്മി സദാനത്തിൽ കണ്ണൻ B ദിവാകരൻ നവകേരള സദസ്സിൽ സമർപ്പിച്ച അപേക്ഷ പരിഗണിച്ചാണ് നിരവധി പേർക്ക് സഹായകരമാകുന്ന ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. പുതിയ സാമ്പത്തിക വർഷം നമുക്ക് ആരംഭിക്കുകയാണ്. ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മുമ്പും പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി മാറിയിരിക്കുകയാണ് ആധാർ കാർഡ്. അതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകില്ല. ഇപ്പോൾ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ 2 വർഷമായി. പല ആളുകളും ഇനിയും പുതുക്കിയിട്ടില്ല. ഇപ്പോൾ പുതുക്കാത്തത് കൊണ്ട് സർക്കാർ എതിരൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ മിക്കവാറും സേവനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട്. ബയോമെട്രിക് നേരാവണ്ണം വർക്ക് ചെയ്യാത്തത്, മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി നടക്കാത്തത്, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട് KYC ചെയ്യാൻ ഇപ്പോൾ ആധാർ പുതുക്കൽ നിർബന്ധമാണ്. ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിർബന്ധമാണ്. പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് വരെ ഡെഡായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് KYC പുതുക്കാത്തതുകൊണ്ട്. അവരോടെല്ലാം പറയുന്നത് ആധാർ പുതുക്കിയിട്ട് വരൂ, എന്നിട്ട് KYC അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അവർ അതിന് എടുക്കുന്ന ഒരു സമയം അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം ഉള്ള ആളുകളായിരിക്കും, ചില പെൻഷൻ മാത്രം ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പെൻഷൻ കിട്ടാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നേരത്തെ ലഭിച്ചിട്ടുള്ള സഹായം PM കിസാന്റെ 2000 രൂപ ഇതിലുണ്ടെങ്കിൽ KYC ചെയ്യാത്തതുകൊണ്ട് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്.
10 വർഷം കഴിഞ്ഞിട്ട് പുതുക്കാത്ത ആളുകൾ അത് പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പല ആളുകളും പുതുക്കിയിട്ടും പുതിയ കാർഡ് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട്. അപ്പൊ പുതിയ കാർഡ് കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ പഴയ കാർഡ് ഉപയോഗിച്ചാൽ മതി. പക്ഷെ അതിലുള്ള എല്ലാ ഡാറ്റകളും പുതിയതായിട്ടുണ്ട്. അപ്പൊ പഴയ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ആ നമ്പർ തന്നെയാണ്, നമ്പർ മാറുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പഴയ കാർഡ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. നിങ്ങളുടെ കാർഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അത് പുതിയ രേഖകൾ നിങ്ങൾ ബയോമെട്രിക് പുതുക്കുകയാണെങ്കിൽ ബയോമെട്രിക് മാറിയിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഫോട്ടോ മാറ്റുകയാണെങ്കിൽ അതും മാറിയിട്ടുണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് വരുന്ന സമയത്ത് വന്നോട്ടെ, വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് പേടിക്കേണ്ട. പക്ഷെ പുതുക്കൽ നിർബന്ധമാണ്. ഇനി നിങ്ങൾക്ക് കാർഡ് പെട്ടെന്ന് വേണം, നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതുക്കുന്ന സമയത്ത് PVC കാർഡിന് കൂടി അപ്ലൈ ചെയ്യുക. അതും ഇതോടൊപ്പം തന്നെ നടക്കുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ ചെയ്തു തരുന്നതാണ്. അതിന് 50 രൂപ അധികമായിട്ട് നൽകിയാൽ മതി. ആ ഒരു കാർഡ് ATM കാർഡ് രൂപത്തിൽ ആധാർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നിങ്ങൾക്ക് ആധാർ കാർഡായിട്ട് ഉപയോഗിക്കാം. ആ ഒരു കാർഡ് പെട്ടെന്ന് ലഭിക്കും. അത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടാണ് ലഭിക്കുക. അത് വേഗത്തിൽ ലഭിക്കുന്നതാണ്. അങ്ങനെ ആധാർ കാർഡ് പുതുക്കിയത് വേണം, നിങ്ങളുടെ പുതിയ ഫോട്ടോ ഉള്ളത്, പുതിയ രീതിയിൽ പിന്നെ QR കോഡൊക്കെ ഉള്ള കാർഡ് വേണം എന്ന് നിർബന്ധമുണ്ട് എങ്കിൽ അങ്ങനെ ഒന്ന് എടുക്കുക. എന്നാൽ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ കുട്ടികളുടേതും പുതുക്കിയിട്ട് പല ആളുകൾക്കും വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവരുടേതും PVC കാർഡിന് അപ്ലൈ ചെയ്യുക. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടേത് എടുക്കുകയാണെങ്കിൽ അവർക്ക് ബാൽ കാർഡായിരിക്കും, നീല ആധാർ കാർഡായിരിക്കും ലഭിക്കുക. 5 വയസ്സ് കഴിഞ്ഞിട്ട് അത് പുതുക്കണം. പുതുക്കുന്ന സമയത്താണ് അവരുടെ വിരലടയാളമൊക്കെ ചേർക്കുന്നത്. വിരലടയാളം ചേർത്തതിന് ശേഷമാണ് റേഷനും മറ്റും അവരെ വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുക. നമുക്ക് 5 വയസ്സിന് ശേഷം ഇല്ല എങ്കിൽ അവരുടെ ബയോമെട്രിക് ഒന്നും എടുക്കില്ല. ബയോമെട്രിക് ഒന്നും അതിൽ കാണില്ല. നമുക്കറിയാം ഈ KYC ഒക്കെ ചെയ്യാൻ പറഞ്ഞ സമയത്ത് കുട്ടികളുടേത് എടുക്കാത്തത് 5 വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡാണ്. അത് പുതുക്കാത്തത് കൊണ്ടായിരിക്കാം. അപ്പം ആ കാര്യവും ശ്രദ്ധിക്കണം. അപ്പോൾ 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടേത് പുതുക്കണം. 15 വയസ്സ് കഴിഞ്ഞിട്ടുള്ളതും പുതുക്കണം. 5 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളെ 7 വയസ്സിന് ഇടയിൽ പുതുക്കുകയാണെങ്കിൽ അത് സൗജന്യമാണ്. ആ സമയത്ത് പുതുക്കിയ കുട്ടികൾക്ക് 15 വയസ്സ് സമയത്ത് പുതുക്കുമ്പോഴും 15 വയസ്സ് കഴിഞ്ഞിട്ട് പുതുക്കുമ്പോഴും സൗജന്യമാണ്. അതേസമയം 5 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടേത് പുതുക്കണം. അത് 7 വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ നിശ്ചിത ഫീസ് നൽകണം. പിന്നെ 15 വയസ്സിന് ശേഷവും ഫീസ് നൽകേണ്ടി വരും. 100 രൂപയായിരിക്കും ഫീസായിട്ട് നൽകേണ്ടി വരിക. അപ്പം ആ ഒരു രീതിയിലാണ് ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ നമ്പറാണ്. മൊബൈൽ നമ്പർ ആധാറിൽ മസ്റ്റ് ആണ്. ഒരാളുടെ കയ്യിൽ മൊബൈൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ വീട്ടിലെ മറ്റാരുടെയെങ്കിലും അത് ലിങ്ക് ചെയ്താലും മതി. കാരണം എന്ത് സേവനങ്ങൾക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP അത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വകുപ്പുകളും, സർക്കാരിന്റെ ഓരോ വകുപ്പുകളും അത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പല സേവനങ്ങൾക്കും അത് നിർബന്ധമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 60 വയസ്സ് കഴിഞ്ഞ ആളുകളെ കൂടി ജന ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് സ്ഥിരം സമിതി ശുപാർശ ചെയ്ത റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ വരികയാണ് എങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ പോലും OTP വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യലും മസ്റ്റാണ്. നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പുതിയ നമ്പർ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കുട്ടികളുടെ ആധാറിലും മൊബൈൽ നമ്പർ നൽകണം. രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ നൽകിയാൽ മതി. സ്കോളർഷിപ്പും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആധാർ പുതുക്കൽ അത്യാവശ്യമാണ്. പഴയ പുതുക്കുന്ന സമയത്ത് ഫോട്ടോ മാറ്റണം എന്ന് നമുക്ക് നിർബന്ധമില്ല. പക്ഷെ ഫോട്ടോ മാറ്റുന്നത് നല്ലതാണ്. നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടാൽ നമ്മൾ തന്നെയാണോ എന്ന് പല ആളുകളും ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അപ്പോൾ പുതിയ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ മാറ്റുക. വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് തന്നെ അവരോട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുക. എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് ഫോട്ടോ ലഭിക്കുകയുള്ളൂ. അതിപ്പോൾ യൂണിക് ഐഡന്റിഫിക്കേഷന്റെ പുതിയ ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട്. ഇനി വ്യക്തതയില്ലാത്ത ഫോട്ടോകൾ എടുക്കില്ല എന്നുള്ളത്. കാരണം മുഖം വ്യക്തമാവണം. അതുപോലെ തന്നെ 2 ചെവിയും ഫോട്ടോയിൽ കണ്ടിരിക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുകയുള്ളൂ. അതായത് ആളുടെ ഒരു രൂപം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി 2 ചെവിയും ഫോട്ടോയിൽ കാണണം. തലപ്പാവോ ശിരോവസ്ത്രങ്ങളോ ധരിക്കുകയാണെങ്കിൽ പോലും ചെവികളും ഫോട്ടോയിൽ കാണണം എന്നാണ് പുതിയ ആധാർ കാർഡ് എടുക്കുന്നവരോടുമായിട്ട് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫോട്ടോ മാറ്റുന്ന അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇക്കാര്യങ്ങളെല്ലാം ആധാർ കാർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ്. എല്ലാം പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയും നമുക്ക് കാണാം.